മാർ ബെസിലിയസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മെഡിസിനൽ ഗാർഡൻ നിർമ്മിക്കുന്നുണ്ട്. അതോടനുബന്ധിച്ചിട്ട് ഓരോ ചെടിയെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്തത്. അത് ഇപ്പോൾ നമ്മൾ സാർ അതിനെക്കുറിച്ച് പറയും. ഇത് നല്ല സ്മെല്ലുണ്ട്. ഇത് കാട്ടു തുളസി എന്ന് പറയാം അല്ലേ? ഇവിടെ എന്താ പറയുക അറിയില്ല. തുളസി കാട്ടു തുളസി, പിന്നെ കരിന്തുളസിന്നും കൂടിയിട്ടുണ്ട് പറയാറുണ്ട്. ഇത് തുളസിയിലൊക്കെ നല്ല എഫക്റ്റ് ചെയ്യണതാണ്. തുളസിയിലേക്ക് നല്ല എഫക്റ്റ് ചെയ്യണം. പനിക്ക് ഇത് തിളപ്പിച്ചിട്ട് കുടിക്കാറുണ്ട്. പനിക്ക് ഇത് തിളപ്പിച്ചിട്ട് കുടിക്കാറുണ്ട്. ശരീരത്തിന് ചില ചൂടുകൾ കുറയ്ക്കാനും ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് ആവി വിളിക്കാൻ ഉപയോഗിക്കുന്ന സാധനം, ആവി വിളിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പനി സംബന്ധമായ ദേഹത്തുണ്ടാകുന്ന ചില ചൂടുകൾ ഒഴിവാക്കാൻ വേണ്ടി ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ കരിന്തുളസി ഇതിന് അതുപോലെ ഒരു സയന്റിഫിക് നെയിം ഒക്കെ ഉണ്ട്. സയന്റിഫിക് നെയിം ഉണ്ട്. ഇത് കഷായങ്ങൾ ഇത് കണ്ണ് പലതരത്തെ കഷായങ്ങൾ. ഇത് സാധാരണയായിട്ട് കാട്ടുപ്രദേശങ്ങളിലും അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വളരുന്ന ചെടിയാണ്. ഇത് എങ്ങനെ കുഴിച്ചിട്ടാലും അത് ഉണ്ടാവും. വളരെ സീസണൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് സാറൊന്നും അതിനകത്ത് എന്താണ് അത് വേരൊന്നും വേണമെന്നില്ല, അത് പൊടിച്ചിട്ട് വന്നോളൂ. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതേല്ലേ സൈഡിനാക്കി സാറ് തന്നെ ഉള്ളൂ. ടീച്ചർ വയ്ക്കാനാണ്